ക്രിസ്റ്റഫർ നോളന്റെ 2017 ഇറങ്ങിയ ഡങ്കിർക്ക് എന്ന ഫിലിം മുഴുവനായും ചിത്രീകരിച്ചിരിക്കുന്നത് റിയൽ ലൈഫിൽ എങ്ങനെയാണോ നടന്നിരുന്നത് അതുപോലെ തന്നെ. ഡങ്കിർക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ടൈമിൽ ജർമ്മൻ ആർമി 4 ലക്ഷം ബ്രിട്ടീഷ് ഫ്രഞ്ച് പട്ടാളക്കാരെ ഡങ്കിർക്ക് എന്ന ഒരു സ്ഥലത്ത് ചുറ്റിവളയുന്നു. ഈ 4 ലക്ഷം വരുന്ന ബ്രിട്ടീഷ് ഫ്രഞ്ച് ആർമിക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം സീ റൂട്ട് വഴിയാണ്. പക്ഷേ അവിടെയും ജർമ്മൻ ആർമി യുദ്ധവിമാനവുമായി വന്ന് അവരുടെ ഷിപ്പിനെ ബോംബിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കുക എന്നല്ലാതെ അവരുടെ മുന്നിൽ ഒരു വഴിയുമില്ലാതെ നിൽക്കുന്ന ഒരു കൂട്ടം പട്ടാളക്കാർ. അവരുടെ കണ്ണുകളിലും ശ്വാസനിശ്വാസത്തിനു വരെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചതായാണ് കാണുവാൻ കഴിയുന്നത്. ഒരു അതിജീവന കഥയെ ഒരു കെട്ടുകഥയുടെയും അകമ്പടിയില്ലാതെ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കാനാകുമോ എന്ന് തന്നെയായിരുന്നു സംശയം. പക്ഷേ നോളൻ എന്ന ഇതിഹാസ സംവിധായകൻ ഈ സിനിമയെ അതിമനോഹരമായി തന്നെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. കരയിലും കടലിലും ആകാശത്തുമായി നടക്കുന്ന ടൈം ലൈൻ സ്റ്റോറി കൂടിയാണ് ഡങ്കിർക്ക്. ഈ ഫിലിമിന് 3 ടൈം ലൈൻ ഉണ്ട്. ആദ്യത്തെ ടൈം ലൈൻ ദി മോൾ. ഈ ടൈം ലൈൻ ഡങ്കിർക്ക് ബീച്ചിലെ പട്ടാളക്കാരുടെ ഒരാഴ്ചത്തെ കഥ പറയുന്ന ഒന്നാണ്. രണ്ടാമത്തെ ടൈം ലൈൻ ദ സീ. ഡങ്കിർക്ക് ബീച്ചിലെ പട്ടാളക്കാരെ രക്ഷിക്കാനായി ഒരു ബോട്ടിൽ വരുന്നവരുടെ ഒരു ദിവസത്തെ കഥ പറയുന്നതാണ്. മൂന്നാമത്തെ ടൈം ലൈൻ ദ എയർ. ഡങ്കിർക്കിൽ കുടുങ്ങിപ്പോയ പട്ടാളക്കാരെ ജർമ്മൻ എയർക്രാഫ്റ്റിൽ നിന്നും രക്ഷിക്കാനായി ബ്രിട്ടൻ എയർക്രാഫ്റ്റ് വരുന്ന 1 മണിക്കൂറത്തെ കഥ പറയുന്ന ടൈം ലൈനാണ്. 3 ടൈം ലൈനുകളും ക്ലൈമാക്സിൽ ഒന്നിക്കുന്നു. കഥയെ കൂടുതൽ വേഗത്തിലാക്കാനും ആവേശത്തിലാക്കാനുമായി നോളൻ നോൺ ലീനിയർ ആയാണ് ഫിലിം ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫിലിം ഒരു ചരിത്ര കഥയാണ്. ഈ കഥ ഒട്ടുമിക്ക ആളുകൾക്കും അറിവുള്ളതുമാണ്. ഇങ്ങനെയുള്ള ഒരു കഥ ഫിലിമാക്കുമ്പോൾ ഒത്തിരി വിമർശനങ്ങൾ വരുവാനും സാധ്യതയേറെയാണ്. പക്ഷേ നോളൻ എന്ന ക്രാഫ്റ്റ്മാൻ ഇന്നോളം കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഈ ഫിലിമിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പച്ചയായ മനുഷ്യരുടെ യുദ്ധമുഖത്ത് നടക്കുന്ന കാഴ്ചകളെ അതിഭാഗവത്വമില്ലാതെ തന്നെ മനോഹരമായി എടുത്തിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഒരുക്കിയിരിക്കുന്നത് ഐതിഹാസികമായ കുടിയൊഴിപ്പിക്കലും പലായനവും അതിജീവനത്തിൻ്റെ അതിസങ്കീർണതയുമാണ് സിനിമ പറയുന്നത്. മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന മനുഷ്യൻ്റെ ഭയവും ആശങ്കയും പ്രതീക്ഷകളും അത്രമേൽ തന്മയത്വത്തോടെയാണ് ഓരോ കഥാപാത്രവും അവതരിപ്പിച്ചിരിക്കുന്നത്. കാഴ്ചക്കാരനും അഭിനേതാവായി മാറിപ്പോകുന്ന അവസ്ഥ. റോയൽ എൻഫോഴ്സ് പൈലറ്റായി വരുന്ന ടോം ഹാർഡി, ബോട്ടുടമയായി വരുന്ന മാർക്ക് റൈലൻസ്, സൈനികനായി വരുന്ന കിലിയൻ മർഫി, പുതുമുഖം ഫിയോൺ വൈറ്റ്ഹെഡ് എന്നിവരാണ് പ്രധാന താരങ്ങൾ. ഹെയ്റ്റെ ഫാൻ ഹെയ്റ്റയുടെ ഛായാഗ്രഹണം എടുത്തു പറയേണ്ട ഒന്നു തന്നെയായിരുന്നു. ഛായാഗ്രഹണം കടലിലെയും ആകാശത്തെയും കാഴ്ചകളും യുദ്ധമുഖത്തെ വികാരങ്ങളെ ഒപ്പിയെടുക്കുന്നതിൽ അതിമനോഹരമായി തന്നെ വിജയിച്ചിരുന്നു. ഇത് ക്രിസ്റ്റഫർ നോളന്റെ ഒരു മാസ്റ്റർ പീസ് ഫിലിം തന്നെയാണെന്ന് നമുക്ക് എടുത്തു തന്നെ പറയാം. അത്രയും മനോഹരമായി പച്ചയായ ജീവിത സാഹചര്യങ്ങളെ എടുത്തു വച്ചിരിക്കുന്നു ഡങ്കിർക്ക് ഫിലിമിൽ.